നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വാഹനം പാർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ ശബരിമലയിലെത്തുന്ന അയ്യപ്പന്മാരെ പിഴിയുന്നു. പമ്പയിൽ റോഡരികിൽ പാർക്ക് ചെയ്തതിന്റെ പേരിൽ വാഹനങ്ങൾക്ക് വലിയ പിഴയാണ് ഇടുന്നത്. കാറുകൾക്ക് 1200 രൂപയും വലിയ വാഹനങ്ങൾക്ക് 5000 രൂപ വരെയും ഒക്കെയാണ് പിഴ ഈടാക്കുന്നത്. ദിവസം 10 ലക്ഷം രൂപ എന്ന ലക്ഷ്യം വെച്ചാണ് പിഴ പിരിക്കുന്നത്. പോലീസ് ഒത്താശയോടെയാണ് അയ്യപ്പന്മാരെ കൊള്ളയടിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നെത്തിയ അഭിഭാഷകനുണ്ടായ അനുഭവം അദ്ദേഹം വിശദീകരിച്ചു. നിലയ്ക്കലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ തന്റെ കാർ പമ്പയിലേക്ക് പോകാൻ അനുവദിച്ചു. തിരക്കാണെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. പമ്പയിലെത്തിയപ്പോൾ റോഡരികിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. റോഡിന്റെ ഇരുവശത്തുമുള്ള വെള്ള വരയുടെ പുറത്തുള്ള സ്ഥലത്താണ് എല്ലാവരും പാർക്ക് ചെയ്തിരിക്കുന്നത്. പോലീസുകാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ വനഭൂമിയിൽ വാഹനം പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് പിഴയിടുന്ന പോലീസുകാരെയാണ് കണ്ടത്. കാറിന് പിഴയിട്ടത് 1200 രൂപ. 100-ലധികം വാഹനം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. ഗുണ്ടാപിരിവ് നടത്തുന്നത് പോലെയായിരുന്നു പോലീസ് നടപടി. പാർക്കിംഗ് പാടില്ലെങ്കിൽ വാഹനം എന്തിന് കയറ്റിവിട്ടു? പാർക്ക് ചെയ്യുമ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ എന്തുകൊണ്ട് വിലക്കിയില്ല? കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് അഭിഭാഷകൻ.